നമസ്കാരം. മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തന ലൈസൻസ് കിട്ടിയതോടെ ഡിവൈഎഫ്ഐക്കാർ അഴിഞ്ഞാടുകയാണ്. ആരെ ആക്രമിക്കുന്നതിനും എന്ത് തല്ലിപ്പൊളിക്കുന്നതിനും മുഖ്യമന്ത്രിയുടെ അനുമതിയുണ്ട് എന്ന് ചുരുക്കം. അതിനാൽ പ്രതിഷേധക്കാരോട് യാതൊരു ദയം കാണിക്കാതെയുള്ള ക്രൂരതയാണ് ഡിവൈഎഫ്ഐക്കാർ നടത്തുന്നത്. അങ്ങനെ പ്രതിഷേധിച്ച ഭിന്നശേഷിക്കാരനെ പോലും ഇവർ വെറുതെ വിട്ടില്ല. നവകേരള സദസ്സിലേക്കുള്ള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച ഭിന്നശേഷിക്കാരനായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ചവിട്ടി. ഇരുകാലുകൾക്കും ചലനശേഷിയില്ലാത്ത അജി കണ്ടല്ലൂരിനെ പോലീസ് പിടിച്ചുകൊണ്ടു പോകുന്നതിനിടെ ഓടിയെത്തിയായിരുന്നു ഡിവൈഎഫ്ഐക്കാരന്റെ ആക്രമണം. അതിക്രൂര ആക്രമണമാണ് ഉണ്ടായത്. കോൺഗ്രസ് കായംകുളം ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിന് മുന്നിലൂടെ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ മുഖ്യമന്ത്രി സഞ്ചരിച്ച ബസ് കടന്നു പോകുമ്പോഴായിരുന്നു സംഭവം. അജിമോൻ കരിങ്കൊടി കാട്ടി മുദ്രാവാക്യം വിളിച്ച ഉടൻ സമീപത്തുണ്ടായിരുന്ന പോലീസ് റോഡിന്റെ വശത്തേക്ക് പിടിച്ചുമാറ്റി. ഇതിനിടെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ആലേഖനം ചെയ്ത ടീഷർട്ട് ധരിച്ചെത്തിയ 5 വോളണ്ടിയർമാരിൽ ഒരാൾ അജിമോനെ പിന്നിൽ നിന്ന് ചവിട്ടുകയായിരുന്നു. ഒരു പ്രവർത്തകൻ പോലീസുകാരനെ തള്ളിമാറ്റി അജിയെ ആഞ്ഞു ചവിട്ടി. 2 കാലിനും സ്വാധീനമില്ലാത്തയാളാണ് അജിമോൻ. ഇദ്ദേഹത്തെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോലീസ് കേസെടുത്തുവെങ്കിലും പ്രതികളെ പിടികൂടിയിട്ടില്ല. ഇടശ്ശേരി ജംഗ്ഷനിൽ കരിങ്കൊടി പ്രതിഷേധത്തിനിടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബു ഉൾപ്പെടെ 8 യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഡിവൈഎഫ്ഐ ആക്രമണത്തിലും പരിക്കേറ്റു. അതിനിടെ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ തല്ലിച്ചതച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാനെതിരെയും സുരക്ഷാ സംഘത്തിലെ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, ഗവർണർ എന്നിവർക്കാണ് പരാതി നൽകിയത്. ഗവൺമെന്റ് നടപടിയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചതോടെയാണ് യൂത്ത് കോൺഗ്രസ് നീക്കം. നവകേരള ബസ് കടന്നുപോയപ്പോൾ പ്രതിഷേധിച്ചവരെ മർദ്ദിച്ചെന്നാണ് ആക്ഷേപം. പോലീസുകാർ സാധാരണ ഉപയോഗിക്കുന്ന ലാത്തിയേക്കാൾ നീളമുള്ളതും കാറിൽ ഇരുന്ന് തന്നെ വീശിയടിക്കാൻ കഴിയുന്നതുമായ ഒടിയാത്ത ദണ്ഡാണ് ഗൺമാൻ ഉപയോഗിച്ചത്. പോലീസ് മാനുവലിന് വിരുദ്ധമായ ആയുധങ്ങൾ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ കൊണ്ടു നടക്കുന്നു എന്നതും യൂത്ത് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിലാണ് പരാതിയുമായി കേന്ദ്രത്തെ സമീപിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഗൺമാനിൽ നിന്ന് ലാത്തിയടിയേറ്റ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവർ ചികിത്സയിലുമാണ്. തോമസിന്റെ തലയ്ക്കും കൈക്കുമാണ് പരിക്ക്. അജയ് ജുവൽ കുര്യാക്കോസിന്റെ കൈക്ക് ഒടിവുണ്ട്. സംഘടനയുടെ ആലപ്പുഴ നോർത്ത് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി സജിൽ ഷെരീഫാണ് പരാതിക്കാരൻ. മുഖ്യമന്ത്രി കടന്നുപോയ ശേഷമാണ് ഗൺമാനും സംഘവും നേതാക്കളെ തല്ലിച്ചതച്ചത്. മുഖ്യമന്ത്രിയുടെ സുരക്ഷ നോക്കേണ്ടവർക്ക് മറ്റുള്ളവരെ മർദ്ദിക്കാൻ അവകാശമില്ല. അതിനാൽ വധശ്രമം, സംഘം ചേർന്നുള്ള ആക്രമണം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി ഗൺമാൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം. സംസ്ഥാനത്ത് ഇവർക്കെതിരെ നടപടിയെടുക്കില്ലെന്ന് ഉറപ്പായതിനാലാണ് DGPക്ക് പരാതി നൽകിയതിന് പുറമെ കേന്ദ്രത്തെ സമീപിച്ചതെന്ന് സജിൽ ഷെരീഫ് പറഞ്ഞു. മുഖ്യമന്ത്രിക്കൊപ്പം തോക്കുമായി സഞ്ചരിക്കേണ്ട ഗൺമാൻ അകമ്പടി വാഹനത്തിൽ ഒളിപ്പിച്ച വടിയുമായി റോഡിലിറങ്ങി പ്രതിഷേധക്കാരുടെ തല തല്ലി തകർക്കാൻ ശ്രമിച്ചതിന് ദൃശ്യങ്ങൾ തെളിവുണ്ട്. കണ്ണൂരിലും ആലപ്പുഴയിലും വാഹനത്തിൽ നിന്നിറങ്ങി KSUക്കാരെ തല്ലാൻ മുന്നിൽ നിന്ന ഗൺമാൻ ഇടുക്കിയിൽ പത്ര ഫോട്ടോഗ്രാഫറുടെ കഴുത്തിന് പിടിച്ചിരുന്നു. മുഖ്യമന്ത്രിക്കൊപ്പം സദാസമയം ഉണ്ടാവുക എന്നതാണ് ഗൺമാന്റെ ചുമതലയെന്നിരിക്കെ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി കഴിഞ്ഞ് എസ്കോർട്ട് വാഹനത്തിൽ നിന്ന് റോഡിലിറങ്ങി പരാക്രമം കാണിക്കുന്നത് എല്ലാ ചട്ടവും ലംഘിച്ചാണെന്നാണ് നിഗമനം. യൂത്ത് കോൺഗ്രസ്സുകാരെ ഡിവൈഎഫ്ഐക്കാർ പിടിച്ചുവെച്ച് തല്ലുമ്പോൾ വടിയുമായി ഗൺമാൻ ഉണ്ടായിരുന്നു. ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ ബസ്സിന് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയവരെ ലോക്കൽ പോലീസ് നീക്കുന്നതിനിടയിലാണ് ഗൺമാൻ കാറിൽ നിന്ന് വടിയുമായി പുറത്തിറങ്ങി യുവാക്കളുടെ തലയിലടിച്ചത്. പിണറായി വിജയന് വേണ്ടി ഫേസ്ബുക്കിലൂടെ പ്രചാരണം നടത്തിയെന്നാരോപിച്ച് ഗൺമാനെതിരെ 2014 അന്വേഷണം നടന്നിരുന്നു. ഏറെക്കാലമായി പിണറായിയുടെ ഗൺമാനാണ് അനിൽ കല്ലിയൂർ. പിണറായി മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് പിണറായി വിജയനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും മറ്റു രാഷ്ട്രീയ പാർട്ടികളെ അവഹേളിച്ചും അനിൽ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടെന്നും ആരോപണം ഉയർന്നിരുന്നു. SI ആയ അനിൽ പോലീസ് ചട്ടങ്ങൾ ലംഘിച്ചുവെന്നായിരുന്നു അന്നുയർന്ന ആരോപണം. പിണറായി വിജയന് വേണ്ടി അനിൽ ഫേസ്ബുക്ക് വഴി നിരന്തരം വാർത്തകളും ചിത്രങ്ങളും നൽകുന്നതെന്ന് വളരെ മുൻപ് തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു. തുടർന്നാണ് ഗൺമാനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പക്ഷേ ഈ അന്വേഷണത്തിൽ തെളിവൊന്നും കിട്ടിയില്ല. ഇതോടെ കുറ്റവിമുക്തനുമായി. പിണറായി മുഖ്യമന്ത്രിയായതോടെ പോലീസിലെ പ്രധാനിയായി അനിൽ മാറുകയും ചെയ്തു.